മാസത്തിന്റെ നോമ്പ് ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ, അതായത് ഖളാ ആയാൽ, കാരണം കൂടാതെ നഷ്ടപ്പെട്ടാൽ ഉടനെയായി ഖളാ വീട്ടും. റമദാൻ കഴിഞ്ഞ ഉടനെ അത് ഖളാ വീട്ടും. ഇനി കാരണം ഉണ്ടെങ്കിൽ തന്നെ അടുത്ത റമദാനിൽ മുമ്പ് അത് ഖളാ വീട്ടൽ നിർബന്ധമാണ്. അതിന്റെ സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. ഇനി കഴിഞ്ഞ റമദാനിന്റെ നോമ്പ് ഈ റമദാൻ വരുന്നത് വരെ ഖളാ വീട്ടില്ല എങ്കിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് അവനിക്ക് ഫൈൻ കൊടുക്കണം. എന്താണ്? ഫിദിയ കൊടുക്കണം. അതായത് കഴിഞ്ഞ റമദാനിൽ ഒരാൾക്ക് 5 നോമ്പ് നഷ്ടപ്പെട്ടു, അത് കാരണം ഉണ്ടായിട്ടോ ഇല്ലാതെ. ഈ റമദാൻ വരെ പിടിച്ചില്ലെങ്കിൽ ഈ റമദാൻ കഴിഞ്ഞിട്ട് ആ 5 നോമ്പ് ഖളാ വീട്ടലോടുകൂടി ഓരോ നോമ്പിനും ഓരോ മുത്ത് ധാന്യം അരി ഉണ്ടാക്കണം, ഫിദിയ കൊടുക്കണം. അപ്പോ ഒരു മുത്ത് എന്ന് പറഞ്ഞാൽ എത്ര? നാം ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പോൾ ഒരു സ്വാഡ് എന്ന് പറയുന്നത്, സ്വാഡ് എന്ന് പറഞ്ഞാൽ സാധാരണ 3.200 മില്ലി ലിറ്റർ, 3 ലിറ്ററും 200 മില്ലി ലിറ്റർ. അത് ലിറ്റർ കണക്ക് പറയുന്നത് അളവിൻ്റെതാണ്. അളവ് കറക്റ്റ് എത്ര? തൂക്കം വരുമ്പോൾ ചിലപ്പോൾ യാർ കുറച്ച് വരും, അതിന്റെ വ്യത്യാസമാണ്. സാധാരണ ഇപ്പൊ 2 കിലോ 600 ഗ്രാംസ് പറയും, അതിന്റെ 4 അപ്പൊ എത്രയാണ്? 800 മില്ലിയാണ് ഒരു മുത്ത് എന്ന് പറയുന്നത്. അളവ് തൂക്കത്തിലാകുമ്പോൾ ഏകദേശം 650 ഗ്രാംസ് പറയും സാധാരണ. ഏതായിട്ടും ഒരു നോമ്പിന് അത്ര വേണം, ഒരു കൊല്ലത്തേക്ക്. ഇനി രണ്ടാമത്തെ കൊല്ലം അത് പിടിച്ചില്ല എങ്കിൽ ഒരു നോമ്പിന് എത്ര? 2 മുത്ത് കൊടുക്കണം. അപ്പൊ ഞങ്ങൾക്ക് 10 10 നോമ്പ് ബാക്കി എന്താവും? ഓരോ നോമ്പിന് 10 മുത്തായി. അപ്പൊ എത്ര മുത്തായി? 100 മുത്ത് കൊടുക്കും. ഏകദേശം 65 കിലോ വരും അല്ലെ? അങ്ങനെ 25 അടക്കുമ്പോഴത്തേക്ക് 30 നോമ്പുണ്ട് ഉസ്താദ്. അല്ലെങ്കിൽ ഞാൻ 20 ആണ്ടാകുമ്പോൾ നോമ്പിടിക്കാൻ തുടങ്ങി, 15 പ്രായപൂർത്തിയായി, 5 ആണ്ടത്ത് 30 പോലെ എത്രയായി? 150 അല്ലെ? 150 നോമ്പായി. അങ്ങനെ ഓരോ നോമ്പിൽ 10 ആണ്ട് കഴിഞ്ഞപ്പോൾ ഇപ്പൊ എത്രയായി? 50 ആണ്ടായി. അങ്ങനെ പിന്നെ നോക്കുമ്പോൾ എന്താവും? ലോഡ് കണക്കിൽ അരി കൊടുക്കേണ്ടി വരും. ഇതാണ് നോമ്പിന്റെ വിഷയം. ഖളാഇന് എന്താക്കണം? ഫൈൻ കൊടുക്കണം. നിസ്കാരമല്ല, നോമ്പാക്കണം, ഖളാ വീട്ടിക്കണം. നോമ്പിന് പിടിക്കാത്തതിന്റെ തോപ ചെയ്യണം, എന്നിട്ട് ദുനിയാവിന്റെ ഫൈൻ കൊടുക്കണം. അതുകൊണ്ട് ഇനി ഒരാളെന്തായാലും മരണപ്പെട്ടു, അങ്ങനെ മരിക്കുമെന്തായി നോമ്പ് ഖളാ ഉണ്ടെങ്കിൽ, അയാൾ കാരണം കൂടാതെ പിന്തിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്താക്കണോ? പിന്തിച്ചതിന് ഒരു മുത്തും പിടിക്കാത്തതിന് അവതുണ്ടായിട്ട് സന്ദർഭം വിട്ടിട്ട് ഖളാ ചെയ്ത് പിടിക്കാത്തതിന് ഒരു മുത്ത്, അങ്ങനെ 2 മുത്ത് ഒരു നോമ്പിന് കൊടുക്കണം മരിച്ചെങ്കിൽ അയാളെ. ഇനി കഴിഞ്ഞ റമദാനിൽ ഈ റമദാനിൽ ഒരാൾ എന്താക്കി? രോഗം കൊണ്ട എന്തോ പിടിക്കാതെയായി 10 നോമ്പ്. ശവ്വാൽ മരിച്ചു, അയാൾക്ക് സന്ദർഭം കിട്ടിയിട്ടില്ല, പെരുന്നാൾ മുത്തിന് മരിച്ചു എങ്കിൽ കൊടുക്കണ്ട, അയാളെ പിടിക്കേണ്ടി, പിന്നെ എങ്കിൽ കൊടുക്കേണ്ടതില്ല. ഇനി വയസ്സായ കാരണം കൊണ്ട് പിടിക്കാത്തവരുണ്ടാവും അല്ലെ? നോമ്പ് മുറിക്കൽ ജായിസിൽ പിടിക്കാതിരിക്കുക, വയസ്സ് മാത്രം, രോഗമൊന്നുമില്ല. അതുപോലെ ശിഫയാവാത്ത രോഗമുണ്ടാവും. ശരിക്കും മനസ്സിലാക്കണം. വയസ്സായ കാരണം, ഒന്ന് വയസ്സ് മാത്രം, എനിക്ക് വയസ്സായി വാർദ്ധക്യം, അതുകൊണ്ട് പിടിക്കണം. പിന്നൊന്നും ശിഫയാവാത്ത, സുഖപ്പെടാത്ത രോഗം, അങ്ങനത്തെ രോഗമില്ല, മരിക്കുന്നത് വരെ സുഖപ്പെടുന്നില്ല ആ രോഗം, അങ്ങനത്തെ രോഗം. അങ്ങനത്തവർക്ക് എന്താക്കണം? ഒരു നോമ്പിന് ഒരു മുത്ത് കൊടുത്തേക്കാൻ. അവർ നോമ്പിടിക്കാനില്ലല്ലോ അവരുടെ ജീവിതത്തിൽ, അവരെ എന്താക്കണം? ഒരു നോമ്പിന് ഒരു മുത്ത് പോലെ അരി കൊടുത്തെങ്കിൽ മതിയാകും. ഇനി അതേപോലെ ഗർഭിണിയായ സ്ത്രീകളും മുലയൂട്ടുന്ന സ്ത്രീകൾക്കും നോമ്പ് മുറിക്കാന്ന് പറഞ്ഞു. അപ്പൊ എന്താക്കണോ? ഈ ഗർഭിണി മുലയൂട്ടുന്ന സ്ത്രീകൾ 2 വിഷയം പറയും. ഒന്നും
സ്വന്തം ശരീരത്തിലേക്ക് ബുദ്ധിമുട്ടിനെ മനസ്സിലാക്കിയിട്ട് പിടിക്കാത്തതെങ്കിൽ, പെണ്ണ് സ്വന്തം ഗർഭിണിയായ പെണ്ണ് സ്വന്തം ശരീരത്തിലേക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പിടിക്കാത്തതെങ്കിൽ, അല്ലെങ്കിൽ മല കൊടുക്കുന്ന പെണ്ണ് സ്വന്തം ശരീരത്തിലേക്ക് ബുദ്ധിമുട്ടിനെ പേടിച്ചിട്ട് പിടിക്കാത്തതെങ്കിൽ അവൾ നോമ്പ് അള്ളാഹുവിനെ മാത്രം മതി, പിന്നൊന്ന് കൊടുക്കണ്ട. പക്ഷേ കിടാവിന്റെ പേരിൽ നോമ്പ് ഓടിച്ചതെങ്കിൽ, കിടാവിന് ബുദ്ധിമുട്ടാവുമ്പോൾ പേടിച്ചിട്ട് എന്താ നോമ്പ് ഓടിച്ചത്, ഗർഭിണിയാവട്ടെ മല കൊണ്ടുന്ന പെണ്ണാവട്ടെ, കിടാവിന് അവർക്ക് സ്വന്തത്തിനൊന്നും ബുദ്ധിമുട്ടില്ല, കിടാവിന് ബുദ്ധിമുട്ടാവും പറഞ്ഞിട്ട് നോമ്പ് ഓടിച്ചത് എങ്കിൽ അള്ളാഹുവിട്ടതോടുകൂടി ഓരോ നോമ്പിനും ഓരോ മുത്തു എന്താക്കണം, ഭക്ഷണം കൊടുക്കണം. അത് കഴിഞ്ഞാണ്ടത്ത് ഇക്കൊല്ലം റമദാന് മുമ്പ് കൊടുക്കുന്നു, റമദാൻ കഴിഞ്ഞിട്ടാകുമ്പോൾ എന്താവും, ഓരോ കൊല്ലത്തിന് അങ്ങനെ കൂടി 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 പോകും. ഏത് നിങ്ങൾ നോക്കൂ, ഒരാളെന്തായി റമദാനിന്റെ പകല് നോമ്പ് കുറിച്ചു, കാരണം കൂടാതെ, മനസ്സിലാണോ, കാരണം കൂടാതെ ഒരാളെന്താക്കി വെറുതെ നോമ്പ് കുറിച്ചു പകുതി. അപ്പൊ എന്തായാലും ബോധം വന്നു, ഞാൻ കുറച്ച് തപ്പായി പോയി, തെറ്റായി. എന്താക്കണം, അയാൾ നിർബന്ധം ഒരു നോമ്പങ്ങനെ കഥാ കിട്ടും. പ്ലസ് എന്താക്കണം, അയാൾ ആ ഉച്ചക്ക് നോമ്പ് കുറിച്ചതെങ്കിൽ ഉച്ച മുതൽ മഗ്‌രിബ് വരെ ഒന്നും തിന്നാതിരിക്കൽ നിർബന്ധമാണ്, ഇംസാക്ക്. അതേപോലെയാണ് ഈ അറിയാതെ മറന്നിട്ടല്ല, മറന്നിട്ട് തിന്നേക്ക് നോമ്പ് ബാത്തിലാവുകയില്ല. ഞാൻ പറഞ്ഞിട്ട് മറന്നിട്ട് തിന്നെങ്കിലും കുടിച്ചെങ്കിലും എന്താവില്ല, നോമ്പ് ബാത്തിലാവുകയില്ല. ദിവസത്തിന്റെ അത് അള്ളാഹ് കുടിപ്പിച്ചാൽ മതി. ഇപ്പോ സുന്നത്ത് നോമ്പിലൊക്കെ സാധാരണ ഫംഗ്ഷനിലേക്ക് പോയി അവിടെ ജ്യൂസ് പെട്ടെന്ന് കുടിച്ചു പോയി, അതുകൊണ്ട് നോമ്പ് ബാത്തിലാവുകയില്ല, മറന്നിട്ട് കുടിച്ചെങ്കിൽ. അത് പറഞ്ഞത് കൊണ്ടായില്ല, നേരെ മറന്നിട്ട് വേണം. ഇനി മറന്നിട്ട് വെച്ചെങ്കിൽ എന്താവല്ലേ, നോമ്പ് ബാത്തിലാവുകയില്ല. മറന്നിട്ടേ തെറ്റിട്ട് തിന്നേണ്ടുള്ളൂ. അതെങ്ങനെ തെറ്റിട്ട് തിന്നേല് ബായിലുണ്ടായതോ ഒന്നും സാധനം ഇങ്ങനെ രുചിക്കാൻ വേണ്ടി, സാധാരണ ടേസ്റ്റ് നോക്കാൻ വേണ്ടി വായി വെച്ചത് നോമ്പില്, അത് കറാത്തത്. പക്ഷെ ആവശ്യത്തിന് ഉണ്ടാക്കാം, അങ്ങനെ ടേസ്റ്റ് നോക്കാം, പെട്ടെന്ന് ഉപ്പ് നോക്കുന്നത് അതെല്ലാം വായിൽ വെക്കാം, വെക്കുന്നല്ല. അങ്ങനെ വായിലുണ്ടായ സാധനം പെട്ടെന്നുള്ളിലേക്ക് പോയി അങ്ങനെ എന്തായാലും അത് നോമ്പ് ബാത്തിലാണ്, അങ്ങനെ പോയി അറിയാതെ. എങ്കിലും നോമ്പ് ബാത്തിലായിരുന്നു വൈകുന്നേരം വരെ ഒന്നും തിന്നാതിരിക്കൽ ഇംസാക്ക് നിർബന്ധമാണ്. അറിയാതിരുന്നെങ്കിലും ഇങ്ങനെ നോക്കൂ, വേണികൾക്ക് പൊടിച്ചെങ്കിലും. ഇനി നോക്കൂ, രോഗിയായ ഒരാൾ പനിയ എന്തോ നല്ല കഠിനമായ രോഗം കൊണ്ട് നോമ്പ് പൊടിച്ചു. അങ്ങനെ 3 മണിയാകുമ്പോൾ ആദ്യം നല്ല റാഹത്തായി, ഒരു രോഗവും ഇല്ല. വാസന ചായ കുടിക്കാമോ? ഇല്ല. 3 മണിയാകുമ്പോൾ ഒരു രോഗവും ഇല്ല, റാഹത്തുണ്ട് എങ്കിൽ ആ 3 മണി മുതൽ മഗ്‌രിബ് വരെ ഒന്നും തിന്നാതിരിക്കൽ നിർബന്ധമാണ്. ഇതെല്ലാവർക്കും ബാധക. നോമ്പ് കുടിക്കുന്നത് സാധാരണ ഹൈലുള്ള പെണ്ണിക്ക് സുബൈക്ക് 10 മണിയാകുമ്പോൾ ശുദ്ധിയായി എങ്കിൽ കുളിച്ചിട്ട് നിസ്കരിച്ച മതിയല്ലേ, പിറ്റന്നല്ലേ നോക്കൂ. പക്ഷെ ആ 10 മണിക്ക് ശുദ്ധിയായിട്ട് അവിടുന്ന് മഗ്‌രിബ് വരെ ഒന്നും തിന്നാതിരിക്കൽ നിർബന്ധമാണ്. ആ ശുദ്ധിയായ ടൈം മുതൽ മഗ്‌രിബ് വരെ ഒന്നും തിന്നാതിരിക്കൽ നിർബന്ധമാണ്. ഇനി അത് അവിടെ പറയുന്നത് അവർക്ക് സുന്നത്താണ്. നിങ്ങൾ കാരണം ഉണ്ടായിട്ട് നോമ്പ് മുറിച്ചവർക്ക് സുന്നത്ത്, കാരണം കൂടാതെ, ഞാൻ നേരത്തെ പറഞ്ഞ മനസ്സിലായില്ല, 2 വ്യത്യാസമുണ്ട്. കാരണം കൂടാതെ നോമ്പ് മുറിച്ചിട്ട് ഉച്ചക്ക് മുതൽ മഗ്‌രിബ് വരെ തിന്നാതിരിക്കൽ നിർബന്ധം. കാരണം ഉണ്ടായിട്ട്, ഇപ്പൊ ഹൈദുള്ളവർ കാരണം ഉണ്ടായിട്ട് മുറിച്ചത്, അതേപോലെ രോഗിയായ ആള് കാരണം ഉണ്ടായിട്ട് മുറിച്ചത് എങ്കിൽ അയാൾക്ക് വൈകുന്നേരം വരെ ഒന്നും തിന്നാതിരിക്കൽ സുന്നത്താണ്. ഇനി ഒരാളെന്താക്കി രോഗം ഉണ്ടായിട്ട് തന്നെ നോമ്പ് പിടിച്ചു, കാരണം കൊണ്ട് അയാൾക്ക് നോമ്പ് പിടിക്കാം, പക്ഷെ അയാൾ നോമ്പ് പിടിച്ച് നോക്കാതെ നോക്കുമ്പോ 10 മണിയാകുമ്പോൾ നല്ല രോഗം ശുഭയായി, പിന്നെ അത് പൂർത്തിയാക്കൽ നിർബന്ധമാണ്. എനിക്ക് രോഗം ഉണ്ടായി പിടിച്ചത് എനിക്ക് പകുതി പിടയില്ലത്, ആ നോമ്പ് പൂർത്തിയാക്കൽ നിർബന്ധമാണ്. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്താക്കാം, അപ്പോഴേ കേൾക്കാം, പിന്നെ സംശയം വെച്ചിട്ട് പോട്ടെ. മനസ്സിലായില്ലേ? ഇതൊന്നും ഉണ്ടാവും ഇല്ലല്ലേ?
ബാക്കി നമുക്ക് നാളെ നോക്കാം. നോമ്പിന്റെ സുന്നത്തുകൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ഇബാദത്തുകൾ നന്നാക്കാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. റമദാൻ ശരീഫ്